ഹലോ, ഇന്നത്തെ വീഡിയോ എൻ്റെ വീട്ടിലൊരു ദിവസമാണ്. ഞാൻ എങ്ങനെയാണ് എൻ്റെ ഫാമിലി എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി പറ്റിയൊരു വീഡിയോ ആണിത്. വീഡിയോ മുഴുവൻ കാണണം കേട്ടോ. ഞങ്ങൾ എല്ലാവരും തന്നെ ശനിയാഴ്ച വൈകിട്ട് തന്നെ കൂടിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ലീവുള്ള ഒരു ദിവസമാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ മാക്സിമം കൂടാറുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് കൂടിയിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താന്ന് പറഞ്ഞാൽ നാളെ, അതായത് ഞായറാഴ്ച ചെറിയച്ഛൻ്റെയും ചെറിയമ്മൻ്റെയും വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പൊ അതിനുവേണ്ടി ചെറിയൊരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ട് എല്ലാവരും കൂടെ കൂടിയതാണ്. എല്ലാവരുടെയും ബഹളവും കാര്യങ്ങളും ആയതുകൊണ്ട് പിള്ളേർക്ക് ഉറക്കം കുറവായിരുന്നു. അപ്പൊ ഞങ്ങള് ഏട്ടൻ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ഏട്ടൻ ബാറിലായതുകൊണ്ട് 11 മണിയാവും എന്തായാലും പണി കഴിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ വന്ന പാടെ തന്നെ പിള്ളേരെല്ലാരും വണ്ടിയിൽ കയറിയിരിക്കുന്ന സീനാണ് ഈ കാണുന്നത്. അപ്പൊ ഏട്ടൻ വരുമ്പോൾ ഇന്ന് വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. അപ്പൊ ഇന്ന് വരുമ്പോൾ ഇഞ്ചി മിഠായിയാണ് കൊണ്ടുവന്നത്. എല്ലാവർക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. സെലിബ്രേഷന് വേണ്ടി മാത്രമല്ല കേട്ടോ, അല്ലാത്തപ്പോഴും നമ്മള് ശനിയാഴ്ച വൈകിട്ട് ഇതുപോലെ കൂടാറുണ്ട്. അപ്പൊ ഇഞ്ചി മിഠായിയൊക്കെ കൊണ്ട് തന്നപ്പോൾ എല്ലാവരും പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും പിള്ളേർക്ക് ഉറക്കില്ലാത്ത സമയം 12:30 ആയിട്ട് പോലും അവർക്ക് ഉറക്കില്ല. ഞങ്ങൾക്ക് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശീലമായി. പിള്ളേർക്കും അതെ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടുന്നതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവരും കൂടുന്ന സമയത്ത് നേരത്തെ ഉറങ്ങുന്ന പരിപാടി ആർക്കും ഇല്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ ജീവിതം നമ്മൾ ഇന്ന് തന്നെ ജീവിക്കുക, നാളത്തേക്ക് മാറ്റി വെക്കാതിരിക്കുക മാക്സിമം. എന്താന്ന് വെച്ചാൽ നാളത്തെ കാര്യം ഒരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പൊ എല്ലാവരും കിട്ടുന്ന ടൈം കൂടുതലും ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മളെല്ലാവരും എല്ലാവർക്കും വേണ്ടി ഇതൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. എനിവേ, ഞാൻ കഥയിലേക്ക് വരാം. രാവിലത്തെ കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ. എല്ലാവരും ഓരോരോ മക്കൾക്ക് ഫുഡ് കൊടുക്കാനുള്ള തിരക്കിലാണ്. പുട്ടും പഴമൊക്കെ ആയിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ആരും അവിടെ തനിച്ചിരുന്ന് കഴിക്കാറില്ല, എല്ലാവരും ഒരുമിച്ചിരുന്നേ കഴിക്കാറുള്ളൂ. അപ്പൊ കുഞ്ഞുമക്കളുടെ വയറൊക്കെ നിറച്ചിട്ട് നമുക്ക് കഴിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ കഥയും പറഞ്ഞ് എല്ലാവരും ഇരിക്കുകയാണ്. അതിനുശേഷമാണ് ഞങ്ങൾ കഴിക്കാനിരുന്നത്. അപ്പൊ അവിടെ കാര്യമായ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഫാമിലി മാറ്റേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലും ഒക്കെ ആയിട്ട്. ഇനിയാണ് മെയിൻ പരിപാടി. ഉച്ചയ്ക്കുള്ള ഫുഡിനുള്ള തയ്യാറെടുപ്പാണ്. എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. മഴയൊക്കെ ആയതുകൊണ്ട് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്കാർ രാവിലെ നേരത്തെ എത്തിയതേ ഉള്ളൂ കേട്ടോ. അവരുടെ അടുത്ത് പറയാതെ ക്യാമറയും കൊണ്ടുപോയപ്പോൾ ഒരു എക്സ്പ്രഷനാണ് ഈ രണ്ടുപേരും മുഖത്തും കാണുന്നത്. പിന്നെ എല്ലാവരും കൂടി ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. പിന്നെ ഇതിലെ കേക്ക് കട്ട് ചെയ്യുന്ന വീഡിയോസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അതെല്ലാം കഴിഞ്ഞാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്നത്. ഇതാണ് എൻ്റെ ചെറിയ വലിയ കുടുംബം. പക്ഷെ ഇതിൽ ഞങ്ങൾ മിസ് ചെയ്യുന്ന കുറേ പേരുണ്ട്, പിന്നെ വരാൻ പറ്റാത്തവരുണ്ട്. എന്നാലും ഞങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം എന്താണെന്ന് വെച്ചാൽ, അടുത്തൊരു കൂടിക്കാഴ്ചയിൽ ഈ മിസ്സായവരൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. പിന്നെ ഇത് ചെറിയമ്മയുടെ ഫ്രണ്ടും ഫാമിലിയും ആണ്. ഇവരെയാണ് നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നത്.